നിർണായക മന്ത്രിസഭായോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ കേൽക്കറെ നിയമിച്ചതടക്കമും ചർച്ചയായേക്കും. കൂടിയാലോചനയില്ലാതെ നടന്ന IAS തലപ്പത്തെ അഴിച്ചുപണിയിലെ അതൃപ്തി മന്ത്രിമാർ യോഗത്തിൽ ഉന്നയിച്ചേക്കും. PM ശ്രീയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നടപടികളും KSRTCയിലെ സൗജന്യ യാത്രയും ഇന്ന് ചർച്ചയായേക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് കരടിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിലുണ്ട്. ചർച്ച അവസാനിക്കാറായോ? എപ്പോൾ തീരുമാനങ്ങൾ അറിയാം? അല്പസമയത്തിനകം മന്ത്രിസഭാ യോഗം അവസാനിക്കും. ഇത് VD സതീശൻ സർക്കാരിന്റെ മൂന്നാമത്തെ മന്ത്രിസഭാ യോഗമാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ദില്ലിയിൽ നടക്കുകയാണ്. ഇന്ന് നയപ്രഖ്യാപനത്തിന്റെ കരട് മന്ത്രിസഭ അംഗീകരിക്കും. അതിനൊപ്പം മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരേണ്ടതൊന്ന് ഇന്ധന സെസ്സിൽ ഇളവ് അനുവദിക്കുമോ എന്നതാണ്. അതാണ് ഒരുപക്ഷെ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ധനവില കുത്തനെ വർദ്ധിക്കുകയാണ്. പ്രതിദിനം അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും ആ വർധനവ് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ അത് കേരളത്തിലെ ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ആലോചന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമോ എന്നതാണ് ഒരു പ്രധാനം. രണ്ടാമത്തേത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം ഈ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടി ഒരുപക്ഷെ ഒരു നിവേദനമൊക്കെ അവിടെ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കാം. അതിനൊപ്പം തന്നെ മറ്റു വിവാദ വിഷയങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെ IAS ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റം. ആ സ്ഥലം മാറ്റം പല മന്ത്രിമാരും അറിഞ്ഞിട്ടില്ല, MLA മാർ അറിഞ്ഞിട്ടില്ല എന്ന പരാതികൾ ഉയർന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ വിവാദ നായകൻ കൂടിയായ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ ഉയർന്ന ഒരു പദവി നൽകിയതടക്കം വിവാദമായ പശ്ചാത്തലം. അതുകൊണ്ട് ഇത് മന്ത്രിമാർ ഈ ക്യാബിനറ്റിൽ അത് പരാതിയായി ഉയർത്തുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. അതിനൊപ്പം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങളായി നിരവധി വിഷയങ്ങൾ ഉയർന്നുവരും. മുനമ്പം ഉൾപ്പെടെ, കാരണം ദീപിക അങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതിയ ഒരു പശ്ചാത്തലത്തിൽ അത് സ്വാഭാവികമായും ചോദ്യമായി വരും. മുനമ്പത്തിൽ ഇനി എന്തെങ്കിലും തരത്തിലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നറിയാം. അങ്ങനെ നിരവധി വിഷയങ്ങൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അത് വിവാദങ്ങളിലടക്കം മുഖ്യമന്ത്രി മറുപടി പറയുമോ, അത് രത്തൻ കേൽക്കറുടെ നിയമനമടക്കം അതൊന്നും ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ വരില്ല. എന്നാൽ പോലും ആ വിഷയങ്ങളിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾക്ക് ശേഷം അത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചാൽ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും നിങ്ങളടക്കം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി അതിന് എങ്ങനെയാണ് മറുപടി പറയുക, അതിലൊരു വ്യക്തത വരുത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.